വെൽക്കം ടു സാറാസ് കളക്ഷൻസ്. ഞാൻ ജെസി. ഇന്ന് വന്നിരിക്കുന്നത് നല്ല പുതിയ ടൈപ്പ് നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്ത കുറച്ച് സാരികളുടെ കളക്ഷൻസുമായിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ ഈ ടൈപ്പ് സാരികൾ ഇതുവരെ നമ്മളുടെ വീഡിയോയിൽ എവിടെയും വന്നിട്ടില്ല. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ സാരി കൊണ്ടുവരുന്നത്. 2-3 പാറ്റേണിലുള്ള സാരികളുണ്ട്. എല്ലാം നല്ല അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് കളക്ഷൻസിലേക്ക് പോകാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നു. നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി വരുന്നുണ്ട്. ഓൾമോസ്റ്റ് 3500 ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. കാരണം നിങ്ങൾ എന്നെ എത്ര കരുതുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് ഗുണകരമാണെങ്കിലും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളത് കൺസിഡർ ചെയ്യുന്നത് കൊണ്ടല്ലേ അത് ചെയ്യുന്നത്. അതിനകത്ത് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്, താങ്ക്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കളക്ഷൻസിലേക്ക് പോകാം. ആദ്യം കാണിക്കാൻ പോകുന്നത് കുറച്ച് കോട്ടയുടെ മെറ്റീരിയലിൽ വരുന്ന കോട്ട ചെക്കിൽ വരുന്ന സാരികളാണ് കേട്ടോ. ഫസ്റ്റ് സാരി ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ ഇതായി ഇങ്ങനെ വരും. കോട്ട എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അധികം ഇതിന് തിക്നെസ് കാണത്തില്ല കേട്ടോ. കോട്ട എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. ഇത് ഈ ടൈപ്പാണ് വരുന്നത്. ഇതിനകത്തൊരു കോട്ടണും കുറച്ച് ഒരു സിൽക്കി മിക്സും കൂടെ ഉണ്ട്. പക്ഷെ ഒരുപാട് സിൽക്കില്ല, ഇതിനകത്ത് കോട്ടൺ തന്നെയാണ് കൂടുതൽ കേട്ടോ. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് വരുന്നത്. എന്നിട്ട് മുഴുവൻ എംബ്രോയിഡറി വർക്കാണ് ഇതിനകത്ത് ഫുള്ള് ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഈ കാണുന്ന ഒരു ഒനിയൻ പിങ്കിൻ്റെ കളറില്ലേ, ഈ കളറാണ് ഇതിനകത്ത് വരുന്നത്. കണ്ടോ, ഈ ഒരു ഒനിയൻ പിങ്കാണ് ഇതിൻ്റെ കളറ് വരുന്നത്. എന്നിട്ട് ഈ സൈഡിൽ കൂടെ വരുന്ന ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയേണ്ടത്, ഓൾമോസ്റ്റ് ഒരു സിൽവർ പോലത്തെ കളറിൽ, അതായത് ഈ ഒരു വർക്കിൻ്റെ കളറുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന ഗോൾഡൻ അല്ല, ഇത് വൈറ്റിലല്ലേ വന്നിരിക്കുന്നത്, ഒരു ഓഫ് വൈറ്റിലല്ലേ. അപ്പോൾ അതുമായിട്ട് മാച്ച് ചെയ്ത് വരുന്ന ഒരു ഓഫ് വൈറ്റ് സിൽവർ കളറിലുള്ള ഒരു ബോർഡറാണ് ഇതിന് വന്നിരിക്കുന്നത്. കണ്ടോ, ഇത് ഇങ്ങനെയാണ് വരുന്നത് ബോർഡർ. പിന്നെ വർക്ക് കണ്ടോ, വർക്ക് ഫുള്ള് ഇതായി ഇങ്ങനെ വരും. ഫുള്ള് ഇതായി ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. സാരിയിൽ ഫുള്ള് ഇതാ ഇങ്ങനെ വർക്ക് വരും. ബോഡി പാർട്ടായി കാണിക്കുന്നത് കേട്ടോ. സാരിയുടെ ബോഡി പാർട്ടാണ് ഈ കാണുന്നത്. നല്ല ഒരു ഒനിയൻ പിങ്കിൽ ഇതാണ് വർക്ക് വരുന്നത്. ക്ലോസർ വ്യൂവിൽ കണ്ടുള്ളൂ. ഇതാ ഇങ്ങനെ വരും വർക്ക് കേട്ടോ. തുമ്പത്ത് ഇതാ ഇങ്ങനെ വേറെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. തുമ്പത്ത് ഇതാ നല്ല ടാസിൽസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. പിന്നെ ഈ തുമ്പിൽ ഈ കാണുന്നത് ഈ പ്ലെയിനിൽ കാണുന്നില്ലേ, ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ്. ബ്ലൗസ് പീസിനകത്ത് ഈ ബോർഡറും കൂടെ വരും. ഇപ്പോൾ സിംഗിൾ ലെയറിൽ ഇത് സാരി ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഇത് ഒത്തിരി ഒരു സിൽക്കി അല്ല കേട്ടോ. കണ്ടോ, ഒരു കോട്ടൺ ആണ് ഇതിനകത്ത് മുന്നിൽ നിൽക്കുന്നത്. കണ്ടോ, നമുക്കത് പിടിക്കുമ്പോൾ തന്നെ ഒരു കോട്ടണിൻ്റെ ഫീലിംഗ് ആണ്. എന്നാൽ ഇതൊരു പ്യുവർ ഒരല്പം മിക്സ് ഇതിലില്ലേന്ന് ചോദിച്ചാൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരല്പം ഒരു സിൽക്കി മിക്സ് ഒരു 10%, 20% വല്ലതും കാണുമായിരിക്കും. പക്ഷേ ഇതിനത് കണ്ടോ, ഈ കോട്ടൺ ആണ് ഇതിനകത്ത്. കണ്ടോ, ഇങ്ങനെ ഇരിക്കും സാരി. ഫാബ്രിക് മനസ്സിലാവാനാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. ഏകദേശമൊക്കെ ഒരു ഇങ്ങനെ വ്യൂ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്നും അല്ലല്ലോ ഉടുത്തിരിക്കുന്നത്. നല്ല ഒരു കളറാണ് കേട്ടോ. നല്ലൊരു കളറുമാണ്, നല്ല മെറ്റീരിയലുമാണ്. ഇപ്പോൾ ഫസ്റ്റ് ഒരു സാരി ഞാൻ നിവർത്തി. ഇതിപ്പോൾ ഈ കോട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് ബ്ലൗസ്. കണ്ടോ, പ്ലെയിനിൽ ഇതാണ് ബ്ലൗസ്. ഇപ്പോൾ ഒരു സാരി ഞാൻ ഫുള്ള് നിവർത്തിയിട്ടുണ്ട്. ഇനിയുള്ള സാരികൾ ഞാൻ ഇത്രയും നിവർത്തുന്നില്ല, കാരണം സാരി എല്ലാം കൂടെ നിവർത്തി ചുരുണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ സാരിയുടെ ഡിസൈൻ ഇതെല്ലാം കണ്ടോളൂ. ഇനിയുള്ളതിൽ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഫസ്റ്റ് വണ്ണിൻ്റെ കളർ ഇതാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത് 890 റുപ്പീസാണ്. 890, 890. ഞാൻ ഈ 890 വീണ്ടും വീണ്ടും ഈ ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി പലരും എന്നോട് ഇങ്ങനെ കമൻറ്റിൽ പറഞ്ഞു, ഞങ്ങൾക്ക് മലയാളം അറിയാത്ത കസ്റ്റമേഴ്സാണ്. അതായത് ചിലപ്പോൾ ഇവിടെ നിന്നൊന്നും ഉള്ളവരായിരിക്കില്ല, വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലൊക്കെ ഉള്ളവരായിരിക്കും. അപ്പോൾ അവർക്ക് ഞാനീ പറയുന്ന മലയാളമൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് അവർക്ക് ഫാബ്രിക് കണ്ടാൽ അവർക്ക് മനസ്സിലാവുമല്ലോ. ആ ഫാബ്രിക്കും ഡിസൈനും കണ്ടു കഴിയുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പ്രൈസ് മാത്രം ഒന്ന് ഇംഗ്ലീഷിൽ പറയാമോ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഓക്കെ ഞാൻ ഇംഗ്ലീഷിൽ കുറച്ചൊക്കെ ഇടയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരിയൊക്കെ ഒരു ഇംഗ്ലീഷ് പറയും, എനിക്കറിയാവുന്ന ഇംഗ്ലീഷൊക്കെ. കാരണം അതിൽ വേറെ ഒന്നുകൊണ്ടും അല്ല, വേറെ മീൻസ് ബാംഗ്ലൂർ, ബോംബെ, അവിടെ നിന്നൊക്കെ ഒത്തിരി പേര് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും മലയാളം അറിയുന്നവരല്ല. അപ്പോൾ അതുകൊണ്ടാണ് അവരങ്ങനെ പറയണത് കേട്ടോ. അപ്പോൾ ഇത് പ്രൈസ് ഓഫ് ദിസ് സാരി ഈസ് 890 ആൻഡ് ഷിപ്പിംഗ് ചാർജ് 50 റുപ്പീസ്. ഇതെല്ലാം ഇതിൻ്റെ കളർ ചേഞ്ചാണ്. ഇതാ കണ്ടോ, സെയിം ഡിസൈൻ, സെയിം പാറ്റേൺ ആൻഡ് സെയിം ഡിസൈൻ. സാരി ഇതാ ഇങ്ങനെയാണ് വരുന്നത്. സാരിയുടെ കളർ കണ്ടല്ലോ. ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എന്തോ പറയണ്ടേ,
ഒരു ഗ്രീനിഷ് പിസ്ത ഗ്രീൻ ആണോ ഇത്? ഈ കാണുന്ന ഗ്രീൻ സെയിം കളറാണ്, നോ ഡിഫറൻസ് അറ്റ് ഓൾ, സെയിം കളർ. വാട്ട് യു ആർ സീയിങ് ഇൻ ദ വീഡിയോ, that is the exact color of this saree and the same print, and the fabric is already I explained. This is a little see through. അങ്ങനെയാണ് ഈ സാരി വരുന്നത് കേട്ടോ. അപ്പം നമുക്കറിയാമല്ലോ, നമുക്ക് മലയാളികൾക്കൊക്കെ അറിയാം കോട്ട സാരി എന്നാന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. കോട്ട എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് കുറച്ചൊരു കോട്ടൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാവുന്നതാണ്. ഇതിനകത്ത് ഇത്രയൊക്കെ വരുവുള്ളൂ, കട്ടി വലിയ കട്ടിക്കൊന്നും വരുന്ന സാധനമല്ല. നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് അടുക്കി കുത്തിയൊക്കെ കൊടുക്കുമ്പോൾ ഒട്ടും സീത്രൂ ആയിട്ട് വരുത്തുമില്ല. അതായത് ഇതിൻ്റെ ക്ലോസർ വ്യൂവിൽ അതായത് ഇതിൻ്റെ വർക്ക് ഇതാ ഇങ്ങനെ വരും കേട്ടോ. ഇതാണ് വർക്ക് വരും. തുമ്പത്ത് ഇതാണ് ബോർഡറും വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് 890 ആൻഡ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ. ഈ കളർ കേട്ടോ, ഇതാണ് കളറ്. This also one type of, this is more onion pink and that is more peachish. First one I told you, that is more peach color and this is more little more pinkish. This is the saree and this is the color. ആദ്യം കാണിച്ച കളർ കുറച്ചും കൂടെ പീച്ചിനോട് എടുത്തിട്ടുള്ളൊരു കളറാണ്. ഇത് കുറച്ചും കൂടെ പിങ്ക് സാരി, പിങ്കിനോട് എടുത്തിട്ടുള്ളൊരു കളറാണ്. രണ്ടും എക്സാക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. ഡാർക്ക് പിങ്കെന്നോ ഡാർക്ക് പീച്ചെന്നോ രണ്ട് സാരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ടാസൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? ഞാൻ സാരി നിവർത്തുന്നില്ല കേട്ടോ. മൊത്തം പ്ലെയിൻ ബ്ലൗസ് പീസ് വിത്ത് ബോർഡർ ഉണ്ടാവും കേട്ടോ എല്ലാ സാരിക്കും. എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത് 890 ആണ്. ഷിപ്പിംഗ് ചാർജ് 50 rupees എക്സ്ട്രാ. ഈ സാരി കണ്ടോ? നെക്സ്റ്റ് സാരി എന്ന് പറയുന്നത് ഗീച്ച ടസർ എന്ന് പറയും ഈ സാരി. ഇതാണ് സാരി. കളർ കണ്ടില്ലേ, ലൈൻസ് കണ്ടോ? ഗീച്ച ടസർ എന്ന് പറയും ഈ സാരി. ടസറിൻ്റെ മെറ്റീരിയലിൽ വരുന്ന സാരിയാണ് ടസർ. സെമി ടസറാണ്, പ്യുവർ ടസർ അല്ല. കളർ ഈ കളറാണ് വരുന്നത്. ഇത്രയും കളർ വരും കേട്ടോ. ഇതാണ് കളർ വരുന്നത്. ഞാൻ അടുത്തേക്ക് വരുമ്പോൾ ലൈറ്റ് ആയിട്ട് പോകുന്നുണ്ട്. ദിസ് ഈസ് ദ എക്സാക്ട് കളർ ഓഫ് ദ സാരി. ആൻഡ് പ്രിന്റ് നോക്കിക്കേ, ദിസ് ഈസ് ദ ബോർഡർ ഡിസൈൻ. ഫ്ലവർ ബോർഡർ വരുന്നത്. ഇതിൻ്റെ ബോർഡർ ഫുള്ള് ഇങ്ങനെ ഒരു എന്താ പറയേണ്ടത്, സ്റ്റിച്ചിങ് പോകുന്നുണ്ട് കേട്ടോ. സാരിയുടെ ബോഡി പാർട്ടാണ് നമ്മളിപ്പം കാണുന്നത് കേട്ടോ. ഇത് ഇങ്ങനെ വരും. സൈഡിൽ കൂടെ മാത്രം, ഉള്ളിൽ ഇതിനകത്ത് പ്രിൻ്റ് ഒന്നുമില്ല. ഈ ലൈൻസ് മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഈ പ്രിൻ്റ് ബോർഡറിൽ മാത്രം വരുന്നതാണ് കണ്ടോ. ആ ഒരു സ്റ്റിച്ചിങ്ങും കൂടെ ചിരിച്ചിട്ടുള്ളൊരു സ്റ്റിച്ചിങ് ഇല്ലേ, അതും കൂടെ വരും കേട്ടോ. എന്നിട്ട് ഈ ഫ്ലവർ ഡിസൈനിലുള്ള ബോർഡറും കൂടെ കിട്ടും കേട്ടോ. ഇതാണ് മുന്താണിയിൽ ഈ ഒരു ഫ്ലവർ ഡിസൈൻ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടെ ഒരു വീതിക്ക്, ഈ സൈഡിലുള്ളതിനേക്കാളും കണ്ടോ ഇതിനേക്കാളും കുറച്ചും കൂടെ വീതിക്ക് വരുമെന്ന് മാത്രം കണ്ടോ. എൻ്റെ തുമ്പത്ത് ആ ഒരു ഡിസൈനും കൂടെ വരും. അങ്ങനെയാണ് മുന്താണി വരുന്നത്. ഇനി ഇതിൻ്റെ ബ്ലൗസ് പീസ് ഒന്ന് നോക്കിക്കുക. ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് കണ്ടോ. പ്രിന്റഡിലാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇത് മുന്താണിയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇത് ബ്ലൗസ് പീസാണിത്. അതിനകത്തും ബോർഡർ കിട്ടും കേട്ടോ. പ്രിന്റഡ് ബ്ലൗസ് ആണ് വരുന്നത്. ഇപ്പോൾ ഈ സെൽഫ് പ്രിന്റ് പോലെ ഒരു പ്രിന്റ് വരും ഇതിനകത്ത് കണ്ടോ. വരുന്നത് ഇതാണ്. നല്ല ക്വാളിറ്റിയിലുള്ള സാരിയാണ് കേട്ടോ. ഗീച്ച ടസറിൻ്റെ സാരിയാണ്. ഇതിൻ്റെ റേറ്റ് 899. 899 വളരെ കുറച്ചിട്ടാണ് ഞാൻ റേറ്റ് ഇട്ടേക്കുന്നത് കേട്ടോ. ഗീച്ച ടസറിൻ്റെ സാരി ഒന്നും 899 നമുക്ക് എവിടെയും കിട്ടത്തില്ലല്ലോ. സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന സാരികളാണ്. ഡാർക്ക് മെറൂൺ കേട്ടോ. ഡാർക്കാണ് കേട്ടോ. ഡാർക്ക് മെറൂണിൽ ഈ ഫ്ലവർ പാറ്റേണും ഡോള സിൽക്കിൽ എപ്പോഴും നമുക്ക് കിട്ടുന്ന ബോർഡർ ഇങ്ങനെ കിട്ടുള്ളൂ. ഡോള സിൽക്കിൻ്റെ പർട്ടിക്കുലർ സ്പെസിഫിക് ബോർഡറാണിത്. ആ ബോർഡർ കിട്ടും. എന്നിട്ട് ഈ ഡാർക്ക് മെറൂൺ കളറും കിട്ടും കേട്ടോ. ഇതിൽ കാണുന്നതിലും അല്പം കൂടെ ഡാർക്കാണ് കളർ കേട്ടോ. ഡാർക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ബാക്കിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ കുറച്ചും കൂടെ ഡാർക്കായിട്ട് കാണുന്നുണ്ടെന്ന്. അങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് നിവർത്തി കാണിക്കാം കേട്ടോ. എല്ലാം ഞാൻ നിവർത്തുന്നില്ല. ഇങ്ങനെ വരുന്നത് കേട്ടോ. ഇതിപ്പോൾ ഈ സീക്വൻസ് വർക്ക് ഉള്ളിൽ കാണുന്നത് എൻ്റെ ഉടുപ്പിൻ്റെയാണ് കേട്ടോ. ഇങ്ങനെ സാരി വരും കണ്ടോ. ഫ്ലോറൽ ഡിസൈൻ അതിനകത്ത് ഫുള്ള് വരുന്നത് കണ്ടോ. ഇങ്ങനെ വരും ഫ്ലോറൽ. മുന്താണിത ഇങ്ങനെ വരും. ഇതാണ് ഇതിൻ്റെ മുന്താണി. സാരിയുടെ ഇങ്ങനെയാണ് സാരി വരുന്നത് കേട്ടോ. രണ്ട് സൈഡിൽ നല്ല അടിപൊളി ബോർഡറും ഉള്ളിൽ നല്ല വർക്കും നല്ല മെറ്റീരിയലും കേട്ടോ. നല്ല മെറ്റീരിയലാണ് ഇത്. ഡോള സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ.
ഇനി ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ്, പ്രിൻറ്റഡിലാണ്. ഡോള സിൽക്കിനൊക്കെ പ്രിൻറ്റഡിലാണ് എപ്പോഴും ബ്ലൗസ് പീസ് വരത്തുള്ളൂ. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പ്രിൻറ്റും അരികത്ത് ഈ ഡിസൈനും കൂടെ കയ്യിൽ വയ്ക്കാനായിട്ട് ഈ ഒരു ബോർഡറും കൂടെ കിട്ടുന്ന ഡിസൈനിലാണ് സാരി വന്നിരിക്കുന്നത്. ഇതാണ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഫസ്റ്റ് സാരി ഡോള സിൽക്കിൽ വരുന്നത്. ഇതാണ് മുന്താണി, ഇങ്ങനെ വരും കേട്ടോ. റേറ്റ് വരുന്നത് 875 ആണ് കേട്ടോ. 875 ആണ് റേറ്റ് വരുന്നത്. വേറൊരു കളറുള്ളത് ഡാർക്ക് പിങ്ക്, നല്ല പിങ്ക് കളർ കേട്ടോ. സെയിം സാരിയാണ്, ഒരു ഡിഫറൻസ് പോലും ഇല്ല. അതിൻ്റെ ഡിസൈനും എല്ലാം സെയിം ആണ്. ആകെ ഡിഫറൻസ് ഉള്ളത് ഇതിൻ്റെ കളറിന് മാത്രമാണ് കണ്ടോ. അപ്പോൾ കളർ നിങ്ങൾ ഏതാണ് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ച് വേണം. ഡാർക്ക് മെറൂൺ വേണോ ഡാർക്ക് പിങ്ക് വേണോ. സെയിം ആണ് ബോർഡർ കണ്ടോ. സെയിം ബോർഡർ, സെയിം പ്രിൻ്റ്, സെയിം മെറ്റീരിയൽ, ഒന്നിനും ഒരു ഡിഫറൻസും ഇല്ല. ഇനി ഞാൻ മുന്താണി, ഇതാണ് ബ്ലൗസ് പീസ് കണ്ടോ. ആ കുഞ്ഞു കുഞ്ഞു പ്രിൻ്റുള്ള ബ്ലൗസ് പീസ് കാണിച്ചില്ലേ, ഇതേ അത് തന്നെ ഇതിനകത്തും പ്രിൻ്റ്. ഇനി ഇതിൻ്റെ മുന്താണി ഇതായി ഇങ്ങനെ വരും. എല്ലാത്തിനും പ്രൈസ് സെയിം ആണ്, 875 ആണ് എല്ലാത്തിൻ്റെയും പ്രൈസ്. ഒരു സാരി കൂടി ഉണ്ട്, ഇതിന് പ്രിൻറ്റിന് കുറച്ച് വ്യത്യാസമുണ്ട്. കളർ ഇതായി കാണുന്നതാണ് കളറ്, പ്രിൻ്റ് ഇതായി ഇങ്ങനെ വരും കണ്ട. അതിൻ്റെ ബോർഡറിനും കുറച്ചൊരു വ്യത്യാസമുണ്ട്. സെയിം ടൈപ്പ് തന്നെ, പക്ഷേ ബോർഡറിനകത്ത് ഇവിടെ ഒരു ഇച്ചിരി ഡിസൈനും കൂടെ വരുന്നുണ്ട്. ഒരു ടെമ്പിൾ പോലെ ഒരു ഡിസൈനും കൂടെ മുകളിൽ വരുന്നുണ്ട് കണ്ടോ. വേറെ ഡിഫറൻസ് ഒന്നുമില്ല. മെറ്റീരിയലും ബാക്കിയെല്ലാം ഒരുപോലെയാണ്. പിന്നെ ഇതിനകത്ത് വ്യത്യാസമുള്ളത് പ്രിൻറ്റിൽ ഒരല്പം വ്യത്യാസമുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു പ്രിൻ്റ് അതിനകത്ത് വരുന്നു കണ്ടോ. ഒരു ലൈൻ പാറ്റേണും കൂടെ ഇതിനകത്ത് ഇങ്ങനെ പോകുന്നുണ്ട് കണ്ടോ. എനിക്ക് കാണരുത് ഇങ്ങനെ വരും. പിന്നെ ഈ പ്രിൻ്റൊക്കെ സെയിമായി, കളറും കാണുന്നത് സെയിമാണ് കേട്ടോ. എക്സാക്റ്റ് ആണ് ഈ സെയിം കളറ്, ഒരു വ്യത്യാസവും ഇല്ല. അതാ ഇങ്ങനെ മുന്താണി വരുന്നത് കണ്ടോ. മുന്താണി കുറച്ചും കൂടെ ഗ്രാൻഡ് ആയിട്ടുള്ള മുന്താണിയാണ് ഇതിന് വരുന്നത് കേട്ടോ. ഇങ്ങനെ ബ്ലൗസ് പീസ് വരുന്നത് ഇതായി കുഞ്ഞു കുഞ്ഞു ബൂട്ടാ വർക്കിൽ ഇതായി ഇങ്ങനെ ബ്ലൗസ് പീസ് വരും. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. 875 ആണ്. ഷിപ്പിംഗ് ചാർജ് 50 റുപ്പീസ് എക്സ്ട്രാ കേട്ടോ. ബ്ലാക്കിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ്. നോക്കി, റെഡ് ബ്ലാക്ക് ഇഷ്ടമുള്ളവർക്ക് ഉള്ളിൽ ചെറിയ ചെറിയ ബ്ലാക്കിൽ കുഞ്ഞു കുഞ്ഞ് പ്രിൻ്റാണ് വരുന്നത് കേട്ടോ. ഇത് സാരിയുടെ ബോഡി പാർട്ട് ഇതാ ഇങ്ങനെ വരും കേട്ടോ. ബോർഡർ ഇങ്ങനെ വരും. ഉള്ളിൽ ഇതായി ചെറിയ കണ്ട ബ്ലാക്കിൻ്റെ ഈ ഡിസൈൻ വരും. മുന്താണി ഇതാ ഇത് വരും. ബ്ലാക്ക് റെഡും കൂടെയുള്ള കോമ്പിനേഷനിലാണ് മുന്താണി വരുന്നത് കണ്ടോ. ഇങ്ങനെ വരും മുന്താണി. ഇത് റെഡും ബ്ലാക്കും ആയതുകൊണ്ട് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ബ്ലാക്കും കൂടെ ആയതുകൊണ്ട് അതൊരു നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സാരിയാണിത്. ഇതിൻ്റെ ബ്ലൗസും കൂടെ ഒക്കെ തയ്ച്ചിട്ടാലേ ഈ സാരിക്ക് ഭംഗി കിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത്. ഈ കസവൊക്കെ വരാൻ പാകത്തിന് ഈ ബ്ലൗസും തയ്ച്ചിട്ടിട്ട് ഈ സാരിയും കൂടെ കൊടുത്താൽ എന്ത് ഭംഗിയായിരിക്കും എന്ന് നോക്കി. നല്ലൊരു ലുക്കായിരിക്കും കേട്ടോ. നല്ലൊരു അടിപൊളി സാരിയാണ്. ഇങ്ങനെയായിരിക്കും സാരിയുടെ ഒരു വ്യൂ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 875 തന്നെയാണ് കേട്ടോ. പിന്നെ അതൊരു ഡിഫറെൻറ്റ് പാറ്റേണിൽ വരുന്നതാണ്. ഇത് ശരിക്കുമുള്ള ഒരു ഡോള സിൽക്ക് അല്ല കേട്ടോ. വേറെ എന്തോ ഒരു സിൽക്കി മെറ്റീരിയലും കൂടെ, ഒരു സെമി സിൽക്ക് എന്നൊക്കെ പറയാവുന്ന ഒരു മെറ്റീരിയലാണ് കണ്ടോ. എന്നിട്ട് ബാട്ടിക് പ്രിൻറ്റും ഇതാണ് കളർ വരുന്നത്. കളറും കോമ്പിനേഷനും ഒക്കെ ഈ കാണുന്നത് സെയിം ആണ് കേട്ടോ. വരുന്ന മെറ്റീരിയൽ തന്നെയാണിത്. ബോർഡർ ഇതാ ഇങ്ങനെ വരും. ഇങ്ങനെ വരും സാരി. എടുത്തിട്ട് കഴിയുമ്പോൾ സാരി ഇതാ ഇങ്ങനെ വരുന്നത്. നമ്മൾ ഞെറിഞ്ഞു കുത്തിയൊക്കെ വരുമ്പോൾ സാരി ഓൾമോസ്റ്റ് ഇതാ ഇങ്ങനെയാണ് സാരി വരുന്നത് കണ്ടോ. നമ്മൾ കാണിച്ചല്ലോ, ഇത് ഈ വരുന്നതാണ് മുന്താണി കേട്ടോ. കണ്ടോ, ഇതാണ് മുന്താണി പാട്ട് വരുന്നത്. ഇങ്ങനെ വരും. ഫുള്ള് ബാട്ടിക്കാണ് ഇതിനകത്ത് ഡിസൈൻ വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴേക്ക് കാണുന്ന ഈ മുന്താണി കഴിഞ്ഞിട്ട് ഈ താഴേക്ക് കാണുന്നത് കണ്ടോ. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്.
ഇങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞു ഡിസൈനിലാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇവിടെ വരെ മുന്താണി കഴിഞ്ഞിട്ട് മുന്താണിയുടെ അറ്റാച്ച് ചെയ്തിട്ട് അവിടെ തന്നെയാണ് ബ്ലൗസ് പീസും കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതെന്തായാലും വെട്ടിയെടുക്കേണ്ടി വരും. സാരിയുടെ പ്രൈസ് വരുന്നത് ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന ലാസ്റ്റ് സാരിയുടെ പ്രൈസ് വരുന്നത് 770 രൂപയാണ് കേട്ടോ. 770 രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അതിന് കുറച്ച് വ്യത്യാസമുണ്ട് മറ്റേ സാരീനേക്കാളും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് വില കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. 770 ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. സോ നിങ്ങൾക്ക് സാരികളെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഓർഡർ ബുക്ക് ചെയ്യുക കേട്ടോ. അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.